ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡിസ്ക് പേഡ് ചേഞ്ചിങ്ങോ ആയിട്ടുള്ളൊരു വീഡിയോസ് ആയിട്ടാണ് വന്നത്. നമ്മൾ സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിൽ പോകാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു സൗണ്ട് വരികയെന്ന് വെച്ചാൽ നമ്മളെ ഡിസ്ക് പേഡ് കഴിഞ്ഞാലാണ് ഈ ഒരു ഡിസ്ക് പ്ലേറ്റുമ്പോൾ തട്ടുന്നൊരു ഒരയുന്നൊരു സൗണ്ട് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് വരിക. നമുക്ക് കൂടുതൽ പേർക്ക് ഓർമ്മയില്ല നമ്മളിങ്ങനെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കൊണ്ടുവന്ന് നമ്മൾ അയച്ചു നോക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അയച്ചു നോക്കാണ്ട് ഡിസ്ക് പേഡ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇത് കറക്റ്റ് ഞാൻ അയച്ച് കാണിച്ചിട്ട് നമുക്ക് അയക്കാൻ ഈ ഒരു കാലിഫർ അയക്കുന്ന 12-ന്റെ ഒരു റിങ്ങോ അല്ലെങ്കിൽ ബോക്സോ റാഡോ മതി. നമ്മൾ സിമ്പിളായിട്ട് ഈ കാലിഫർ പുറത്തേക്ക് ഊരിയെടുക്കാം. പുറത്തേക്ക് ഊരിയെടുത്താൽ നമ്മൾ നല്ല കാണാം. അത് ജൂപിറ്റർ എൻഡോർക്കൊക്കെ സെയിം ആണ് ഈ ഒരു മെത്തേഡ് മാറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളെ വണ്ടി അങ്ങനെ എന്തോ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് മാറ്റി കൊടുക്കുക. ഡിസ്ക് പ്ലേറ്റ് അടിക്കാൻ മാറ്റി കൊടുക്കേണ്ടി വരും. ആ 2 ലോക്ക് ഉണ്ടാവും, പിന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു പിന്നെ ഊരി പോകാണ്ടക്കാൻ 2 ലോക്ക് ഇടുന്നതാണ് നമ്മൾ ഡിസ്ക് പേഡ് ലോക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ 2 ഡിസ്ക് പേഡിൻ്റെ പിന്നെ ലൂസാക്കിയാൽ നമുക്ക് ഒരു സെൻറ്ററിൽ വേറൊരു പിന്നുണ്ടാവും. ആ പിന്നും കൂടി ഇങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ നമ്മൾ സിമ്പിളായിട്ട് ആ ഡിസ്ക് പേഡ് ഇങ്ങോട്ട് ഊരാൻ കിട്ടും. അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടു വെച്ചാൽ നമ്മൾ പഞ്ചറൊക്കെ ആയാലും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അയക്കാനൊക്കെ സുഖമാണ്. ശ്രദ്ധിച്ചെടുക്കുന്നത് കംപ്ലീറ്റ് ഉണ്ടോ അതിന് ലൈനർ ഇല്ലായ്മ തീർന്നിട്ട് ഇരുമ്പ് വരെ കംപ്ലീറ്റ് തീർന്നിട്ടും വരുത്തി ഇരുമ്പാണ് ഡിസ്ക് പ്ലേറ്റുമ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സൗണ്ട് വന്നത്. ഇങ്ങനെ എന്തോ കംപ്ലയിൻ്റ് പെട്ടെന്ന് ശരിയായി കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേറ്റ് അടിക്ക് മാറ്റണം. ഡിസ്ക് ബ്രേക്ക് ഫുൾ കംപ്ലയിൻ്റ് ആവുക. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പുതിയതും ഇതുമായിട്ടുള്ള ഡിഫറൻറ്റ് ഞാൻ കാണിച്ചു തരാം. അത്രയും ഓടി തീർന്നിട്ടും മനസ്സിലായില്ല. എന്നാൽ കൂടുതൽ ആൾക്കാർക്കൊന്നും ചില ആൾക്കാർക്കൊന്നും അറിയില്ല ഇത് ഡിസ്ക് പേഡ് തീർന്നാലും പിന്നെ എങ്ങനെ അറിയാമെന്നൊക്കെ. അപ്പോൾ സർവീസിനോ കൊടുക്കുമ്പോൾ കറക്റ്റ് ചെക്ക് ചെയ്യാൻ പറയാം. ഡിസ്ക് പേഡ് മാറ്റാൻ അയക്കുന്നതല്ലേ, പ്ലേറ്റും കൂടി മാറ്റേണ്ടി വരും. അതിന് 1500 രൂപ കോസ്റ്റൊക്കെ വരും. ഇതാകുമ്പോൾ 10-250 നമ്മൾ ചെയ്ത് കിട്ടുന്നുണ്ടോ. അത്രേ ഫുള്ള് വരുത്തി കഴിഞ്ഞിരിക്കുന്നതിന് ശേഷം ഇങ്ങനെ ഓടിയിട്ടാണ് ഒരു സൗണ്ട് വന്നത്. ഇതിന് ശേഷം നമുക്കൊരു പിന്നും കൊണ്ട് ഊരിയെടുത്തതിന് ശേഷം അതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. നമ്മൾ കാലിപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അതൊന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ 440 ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കരട്ടോ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ചളിയൊക്കെ കയറുന്ന വെള്ളമൊക്കെ കയറുന്നതാണല്ലോ. അതുകൊണ്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ആ ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലേ, ആ റൗണ്ടിൽ അത് ഉള്ളോട്ട് പ്രസ് ചെയ്യണം. എന്നാലും നമുക്ക് പുതിയ ഡിസ്ക് പേഡ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങും. ഇത് കംപ്ലീറ്റ് പിന്നെ ഓടിയിട്ട് തീർന്നിട്ടാണ് ആ ഒരു പിസ്റ്റൺ അത്രയും പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് നമ്മൾ പുതിയ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ ആ പിസ്റ്റൺ ഉള്ളോട്ട് ഇത് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ കുറച്ച് ക്ലീനോ ചെയ്ത് ഓയിലൊക്കെ ഇട്ടിട്ട് ചെയ്യണം. പിന്നെ ഇത് സ്ക്രാച്ചൊന്നും വരുത്തിയത് ഇത് പെട്ടെന്ന് നമ്മൾ അറിയുന്നത് കൊണ്ട് പെട്ടെന്ന് ഉള്ളോട്ട് കയറി പോകും. അതുകൊണ്ട് അല്ലാതെ ഫാസ്റ്റൊന്നും എടുക്കുന്നതിൽ അവിടെ പിസ്റ്റൻ്റെ സൈഡിലൊക്കെ സ്ക്രാച്ച് കുടുങ്ങിയാൽ ഫുള്ള് പ്രോബ്ലമാണ്. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിച്ചു കൊടുക്കണം. അതുകൊണ്ട് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോവും. അല്ലാതെ അതിൻ്റെ പുറത്തൊക്കെ സ്ക്രാച്ച് വന്നാൽ ഉള്ളോട്ട് കയറാൻ പ്രയാസമാക്കി. ശേഷം നമ്മൾ പുതിയ ഡിസ്ക് പേഡ് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഒരു സൈഡിൽ. പിന്നെ അതിൻ്റെ ഡിസ്ക് പേഡിന് 250-200 രൂപ റേഞ്ചോ വരുന്നില്ല കേട്ടോ. എസ്കേൻ്റെ ഡിസ്ക് പേഡാണ് ഞാനിട്ട്. അതിന് ശേഷം ഫസ്റ്റ് ആ ഒരു സൈഡിൽ ഇട്ടതിന് ശേഷം സെക്കൻഡ് ഭാഗത്തും ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഊരിയ പിന്ന് സെൻറ്ററിൽ കൂടെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഡിസ്ക് പേഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റ് അയച്ച 2 ലോക്ക് ഉണ്ടാവും, 2 പിന്നില്ലേ ചെറിയ ലോക്ക്. ഈ ഒരു പിന്നും കൂടി ഊരി പോകാണ്ടക്കാൻ 2 ലോക്ക് ഇടുന്നത്. ആ ലോക്ക് കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഡിസ്ക് പേഡ് ഫിറ്റ് ചെയ്ത്. അതുകൊണ്ട് ഇത്രയൊന്നും നിൽക്കരുത്. ഇത് കംപ്ലീറ്റ് തീർന്നിക്കുന്ന നമ്മൾ ഇരുമ്പ് വരിയാൻ തുടങ്ങിയത്. തോനെ വരിക ടൈൽസൊക്കെ മുറിക്കുന്ന ഒരു സൗണ്ട് പോലത്തെ സൗണ്ടാണ് നമ്മൾ റണ്ണിങ്ങിൽ വരിക. കൂടുതൽ ആൾക്കാർക്ക് എന്തേ സൗണ്ട് എന്നൊക്കെ ചോദിച്ചാൽ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എന്തോ സൗണ്ടോ അങ്ങനത്തെ കേട്ടിരിക്കുന്നത് പെട്ടെന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക് പ്ലേറ്റ് അടിക്ക് മാറ്റണം. അപ്പോൾ നല്ല കോസ്റ്റ് വരും, 10-2000 രൂപ വരും. എല്ലാം കൂടി മാറ്റപ്പെട്ടു. അതുകൊണ്ട് വരാണ്ടൊക്കെ 10-250 രൂപേൻ്റെ പ്രോബ്ലം കൊണ്ട് ഇതിനെക്കൊണ്ട് ഇത്രയും ശ്രദ്ധിക്കാണ്ട് നിൽക്കണ്ട. പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. വർക്ക്ഷോപ്പിലെ അടുത്തുള്ള മെക്കാനിക്കിനെ കാണിച്ചാൽ അവർ പെട്ടെന്ന് മാറ്റി തരികയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ 2 സൈഡും നമ്മൾ ലോക്കൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഡിസ്ക് പേഡ് ഫിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാപ്പ് വേണം നമ്മളെ ഡിസ്ക് പ്ലേറ്റ് അതിൽ ഇറങ്ങി നിൽക്കാനല്ലേ. ആ ഒരു ഗ്യാപ്പ് അതിൽ വെക്കണം. അങ്ങനെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് ഉള്ളോട്ട് ഇറക്കി കൊടുത്താൽ പരിപാടി കഴിഞ്ഞ്. എന്നതിന് ശേഷം നമുക്ക് ആ 2 പിന്നെ അയച്ച നട്ട് അതിന് ഫിറ്റ് ചെയ്യണം. 2 ബോൾട്ട് കണ്ടില്ലേ, അത് 2 നമ്മൾ തിരിച്ച് അപ്ലൈ ചെയ്യണം. പിന്നെ ഇത് ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു പ്രോബ്ലം മാത്രമുള്ള പുതിയ വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഡിസ്കിൻ്റെ ഓയിലൊന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഡിസ്ക് ബ്രേക്ക് കുറവ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഓയിലൊക്കെ ചേഞ്ച് കൊടുക്കേണ്ടത് നോക്കണം. പിന്നെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്താൽ ഫ്രീ ആണെങ്കിലും കറങ്ങുന്ന ഫിറ്റാണ്. ബ്രേക്കും പിടിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് പിന്നെ ക്ലിയർ അല്ലേ നോക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം.